അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉപദേശത്തിന്റെ ശൈലിയതായിരുന്നു. ഇരിക്കട്ടെ, പറഞ്ഞു വന്നത് ചെറുതാണെങ്കിലും വലുതാണെങ്കിലും വല്ലദീന ഇദാ ദുക്കിറൂ ബിആയാതി റബ്ബിഹിം ലം യഖിറൂ അലൈഹാ സുമ്മൻ വഉമ്യാനാ. റബ്ബിന്റെ ആയത്തുകൾ ഓതിയിട്ട് ഉത്ബോധനം നടത്തപ്പെട്ടാൽ ബധിരന്മാരായും അന്ധന്മാരായും മൂകന്മാരായും അല്ല ഉപദേശങ്ങൾ കേൾക്കുന്നത്. ശരിയായ മനസ്സുകൊണ്ട് കേട്ടുറപ്പിച്ച് ജീവിതത്തിൽ അങ്ങനെ നിർവഹിക്കണം, ജീവിതത്തിൽ അങ്ങനെ ഒരു മാറ്റം വരുത്തണം എന്ന നിശ്ചയദാർഢ്യത്തോടുകൂടെ തന്നെ ശരിയായ നിലക്ക് വാഴ കേൾക്കുന്നവരും അത് ജീവിതത്തിൽ ഉൾക്കൊള്ളുന്നവരും. സുബ്ഹാനല്ലാഹ്, അവർ ചെറിയവരല്ലല്ലോ, അവർ അള്ളാഹുവിന്റെ അടിമകളായിട്ട് പറഞ്ഞ സ്വഭാവത്തിലല്ലേ അള്ളാഹു എണ്ണിയത്. ആ അടയാളങ്ങളൊക്കെ എണ്ണി പറഞ്ഞിട്ട് അവസാനം അള്ളാഹു പറഞ്ഞത് അവർ സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്ന ആളുകളാണ് എന്നാണ്. മലക്കുകൾ അവരെ വരവേറ്റുകൊണ്ട് അഭിവാദ്യം അർപ്പിച്ച് കൊണ്ടുപോകുന്നവർ എന്നാണ് അള്ളാഹു പറഞ്ഞത്. അത്തരക്കാരുടെ അടയാളങ്ങളിൽപ്പെട്ടതാണ് വാഴ് ജീവിതത്തിൽ പ്രതിഫലിക്കാനുള്ളതാണ്. ഉമ്മമാരെ ധാരാളം വാഴ് കേൾക്കാറില്ലേ? വാഴ് കൊണ്ട് ജീവിതത്തിൽ നല്ല മാറ്റം ഉണ്ടാകണം, വാഴ് കൊണ്ട് ജീവിതത്തിൽ നല്ല ഉപകാരം ഉണ്ടാകണം. വാഴ് കേൾക്കാൻ മടിയുള്ളവരാകരുത്, വാഴ് കേൾക്കുമ്പോൾ നിരസിക്കുന്നവരാകരുത്, തള്ളിക്കളയുന്നവരാകരുത്. മഹാന്മാരുടെ ഉപദേശങ്ങളോടാകണം നമ്മുടെ മനസ്സിൽ കൂടുതൽ താല്പര്യം. അതേ സമയത്ത് അനാവശ്യങ്ങളോട് താല്പര്യം കൂടുതലായി ഉണ്ടായി വരുന്നത് കാണുന്നു. എങ്ങനെ ഉസ്താദേ അത് മനസ്സിലാകുന്നത്? ചെറിയവരും വലിയവരും ഒക്കെ ജീവിതത്തിന്റെ ഏതെങ്കിലും ഒരു ഒഴിവ് കിട്ടുന്ന നേരത്ത് അല്ലെങ്കിൽ ഒരു സമയം കണക്കാക്കിക്കൊണ്ട് മണിക്കൂർ കണക്കിന് അനാവശ്യങ്ങൾ കേൾക്കുന്നതിന് വലിയ താല്പര്യം. അനാവശ്യം കേൾക്കുമ്പോ തീരെ താല്പര്യം ഇല്ലാത്തവരായി മാറുന്നവരാണ് മുഅ്മിനീങ്ങൾ. വഇദാ സമിഉൽ ലഗ്വ അറദു അൻഹു, അനാവശ്യം വല്ലതും കേട്ടാൽ ചെവി കൊടുക്കാതെ തിരിഞ്ഞു കളയുന്നു. വല്ലദീനഹും അനിൽ ലഗ്വി മുഅ്രിദൂൻ, വിശ്വാസികളുടെ അടയാളം എണ്ണി പറഞ്ഞിടത്ത് അല്ലാഹു പറഞ്ഞില്ലേ? വിജയിക്കുന്നവരുടെ ലക്ഷണങ്ങൾ എണ്ണി പറഞ്ഞിടത്ത് അല്ലാഹു പറഞ്ഞില്ലേ? വല്ലദീനഹും അനിൽ ലഗ്വി മുഅ്രിദൂൻ, അനാവശ്യങ്ങൾ കേൾക്കുന്നതിൽ നിന്ന് മാറിക്കളയുന്നവരാണ്. അനാവശ്യങ്ങൾ കേൾക്കുന്നവരിൽ നിന്ന് മാറിക്കളയുന്നവരാണ്. അത് കേൾക്കാൻ തന്നെ ഒരു നിലക്കും അവരെ മനസ്സിന് സമ്മതമില്ല, സമയം കളയില്ല. മുമ്പൊക്കെ സഹോദരങ്ങളെ, അനാവശ്യങ്ങളോട് താല്പര്യമുള്ളവർ അത് കേൾക്കുന്ന സ്ഥലത്തേക്ക് പ്രത്യേകം ഇഹ്റാം ചെയ്ത് പോകേണ്ടിയിരുന്നു. ഇപ്പോഴോ നമ്മുടെ കയ്യിലൊക്കെ ഉപകരണങ്ങൾ അല്ലാഹു തന്നൊരു പരീക്ഷണത്തിന്. നമ്മളെ പരീക്ഷിക്കാൻ അല്ലാഹു ഉപകരണങ്ങൾ തന്നു. ഏതാണ് സെലക്ട് ചെയ്യുന്നത് എന്ന് അല്ലാഹു ഒന്ന് പരീക്ഷിക്കാണ്. ബുദ്ധി അല്ലാഹു തന്നിട്ടുണ്ടല്ലോ. വനബുലൂകും ബിശ്ശർരി വൽ ഖൈരി ഫിത്നാ, നിങ്ങളെ നമ്മൾ പരിശോധിക്കും, തിന്മ കൊണ്ട് പരിശോധിക്കും. തിന്മക്ക് അവസരങ്ങൾ തന്നിട്ട് അത് സെലക്ട് ചെയ്യുന്നുണ്ടോ എന്ന് പരിശോധിക്കും. വൽ ഖൈരി, നന്മ കൊണ്ടും പരിശോധിക്കും. രണ്ട് മുഖങ്ങളും ഉണ്ട് സഹോദരങ്ങളെ മുന്നിൽ. ഏതാണ് തിരഞ്ഞെടുക്കേണ്ടത്, ഏതാണ് സെലക്ട് ചെയ്യേണ്ടത്, അതിനുള്ള ബുദ്ധിയും വിവേകവും അല്ലാഹു തന്നിട്ടുണ്ട്. ആണിനും പെണ്ണിനും തന്നിട്ടുണ്ട്. അല്ലാഹു തന്ന ബുദ്ധി കൊണ്ട് നന്മ തിരഞ്ഞെടുക്കുന്നുണ്ടോ? കേൾക്കൽ ഹലാലായതും കേൾക്കൽ സുന്നത്തായതും കേട്ടാൽ ദുനിയാവിലും ആഖിറത്തിലും ഉപകാരമുള്ളതും അതാണോ കേൾക്കുന്നത്? എന്നാൽ കേൾവി കൊണ്ട് വിജയിച്ചു പോയി. കേൾക്കുന്നത് കൊണ്ട് നിന്റെ ശരീരത്തിന്റെ എന്തോ സുഖം നിനക്ക് നേടിയെടുക്കാനുണ്ട്, നിന്റെ വിചാരങ്ങളെ ത്രസിപ്പിക്കാനുണ്ട്. ആഖിറമാണെങ്കിലോ നിന്നെ പാടെ മറപ്പിച്ചു കളയും. ഒറ്റക്കുള്ള ജീവിതമോ മറപ്പിച്ചു കളയും. മരണത്തെയും ഓർമ്മയില്ലാതെയാക്കി കളയും. ആർഭാട ജീവിതത്തിൽ കൂടുതൽ ആഗ്രഹം തരും. ആനന്ദം വാരിക്കൂട്ടാൻ നിനക്ക് താല്പര്യങ്ങൾ വർദ്ധിക്കും. അനാവശ്യങ്ങളോട് കൂടുതൽ പ്രേരണ തരും. അനാവശ്യ സമ്പർക്കങ്ങളോട് മോഡലുകൾ വർദ്ധിപ്പിച്ചു തരും. അത്തരത്തിലുള്ളതാണോ കേൾക്കുന്നത്? പരാജയപ്പെട്ടുപോയി. സുബ്ഹാനല്ലാഹ്, നല്ലത് കേൾക്കണം, നല്ലതാണ് കേൾക്കേണ്ടത്, അനാവശ്യങ്ങൾ കേൾക്കരുത്. എന്റെ ശബ്ദം ശ്രവിക്കുന്ന ഉമ്മമാരോട് പറയട്ടെ, ചെറുപ്പക്കാരോട് പറയട്ടെ, മ്യൂസിക് കേൾക്കുന്നത് ഹറാമാണ്. ഞാൻ എന്റെ വകയിൽ മസല പറഞ്ഞു, വിഷയം പറഞ്ഞു, നിങ്ങൾ പറയണ്ട. ഹാഫിൽ ഇബ്നു ഹജർ അൽ ഹൈതമി റളിയല്ലാഹു അൻഹു അവിടുത്തെ കിതാബിൽ സവിസ്തരം പ്രതിപാദിച്ചിട്ടുണ്ട്. പാട്ട് കേൾക്കുന്നതിന്റെ ഹുക്മ പറഞ്ഞപ്പോ അതേ നന്മയിൽ പ്രേരിപ്പിക്കുന്ന അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മഹത്വങ്ങൾ വർണ്ണിക്കുന്ന, പരിശുദ്ധമായ കഅബയുടെയും പരിശുദ്ധമായ റൗളയുടെയും മഹത്വങ്ങൾ വർണ്ണിക്കുന്ന, പുണ്യ മക്കയുടെയും പുണ്യ മദീനയുടെയും മഹത്വങ്ങൾ പറയുന്ന, വിശുദ്ധ ഖുർആനിന്റെ മഹത്വങ്ങൾ പറയുന്ന, മഹാന്മാരായ അംബിയാ ഔലിയാക്കളെ പറ്റി വിശദീകരിക്കുന്ന, നന്മയിലേക്ക് പ്രേരിപ്പിക്കുന്ന ഗാനങ്ങൾ കേൾക്കുന്നതിന് വിരോധമില്ലെന്ന് മാത്രമല്ല, പാടുന്നതും കേൾക്കുന്നതും സുന്നത്താണ്. പക്ഷേ അവിടെ നിബന്ധന വെച്ചിട്ടുണ്ട്. എന്താ നിബന്ധന എന്നറിയുമോ? പെണ്ണ് പാടുന്ന പാട്ടാകരുത്. പെണ്ണിന്റെ ശബ്ദത്തോട് സാമ്യമുള്ള, പെണ്ണിലേക്ക് ആകർഷണീയത വരുന്ന രൂപത്തിലുള്ള സാമ്യതയുള്ള ശബ്ദത്തിന്റെ ഉടമയും പാടുന്നതാകരുത്. കൊട്ടും കൊരവയും നിറഞ്ഞതാകരുത്. കൂടെ ഒരു മുട്ടാനോ മറ്റോ ഒരു കാര്യം വേണമെങ്കിൽ ദഫാണ് അനുവദിച്ചിരിക്കുന്നത്. അല്ലാത്ത ഉപകരണങ്ങളോടൊപ്പമുള്ള പാട്ടുകൾ അത് കേട്ടുകൂടാ, പാടിക്കൂടാ. സുബ്ഹാനമൻ ജല്ല ജലാലുഹു, ഏതൊരു ചെറിയ ആളൊരു വാഹനം ഓട്ടിപ്പോകുമ്പോഴും ആ വാഹനത്തിൽ എന്തെങ്കിലും ഒരു അപകടം സംഭവിച്ചാൽ, ആ വാഹനം അതാ എവിടെയെങ്കിലും പോയി കൂട്ടിമുട്ടിയാൽ വന്നു നോക്കുന്ന ആളുകൾ തന്നെ കാതുപൊത്തി പോവുകയാണ്. അത്രയും മ്യൂസിക്കിന്റെ അകമ്പടിയുള്ള ഗാനങ്ങളല്ലേ അതിൽ നിന്ന് മുടങ്ങുന്നത്. മുടങ്ങിക്കൂടാ. ഒരു മുസ്ലിം കിടന്നുറങ്ങുന്ന റൂമിൽ മഹാന്മാരുടെ മധുകളും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സിഫത്തുകളും വർണ്ണനകളും ഒക്കെ ദഫിന്റെ അകമ്പടിയോടെ കേൾക്കുന്നതിന് പകരം എന്താണ് അവിടെ കേൾക്കുന്നത്? ചീഞ്ഞുനാറുന്ന അനാവശ്യങ്ങൾ നിറഞ്ഞ, അതേ അനാവശ്യ സംസ്കാരങ്ങൾ തുടുമ്പുന്ന, കാമുകന്മാരുടെ കാമകേടുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും വിതരണം ചെയ്യുന്ന അനാവശ്യ ശബ്ദസാഗരങ്ങളല്ലേ മുടങ്ങിക്കൊണ്ടിരിക്കുന്നത്. നഊദു ബില്ലാഹ്. ഉമ്മമാരെ, അത് സത്യത്തിൽ നന്മയിലേക്ക് പ്രേരിപ്പിക്കുന്ന ശബ്ദമാണോ? അല്ല. സംഗീതവും വീണയും അതുപോലെ മ്യൂസിക്കും ഒക്കെ ആരുടെ ശബ്ദമാണ് എന്നാണ് അല്ലാഹു ഖുർആനിൽ പറഞ്ഞത്? അത് ഇബ്ലീസിന്റെ ശബ്ദമാണ്. വസ്തഫ്സിസ് മൻ ഇസ്തതഅത മിൻഹും ബിസൗതിക വഅജ്ലിബ് അലൈഹിം ബിഖൈലിക വറജ്ലിക വശാരികുഹും ഫിൽ അംവാലി വൽ ഔലാദി വഇദുഹും. പിശാചിന് അല്ലാഹു കൊടുത്ത കഴിവാണ് വസ്തഫ്സിസ് മൻ ഇസ്തതഅത മിൻഹും ബിസൗതിക. ഇബ്ലീസേ, നിന്റെ ശബ്ദം കൊണ്ട് സ്വാധീനിക്കാൻ
സ്വാധീനിക്കാൻ കഴിയുന്ന ആളുകളെ അടിമകളിൽ നിന്ന് മനുഷ്യരിൽ നിന്ന് നീ സ്വാധീനിച്ചോ, നല്ല വഴിയിൽ നിന്ന് അനാവശ്യ വഴിയിലേക്ക് നീ അവരെ പുറപ്പെടിച്ചോ. നിന്റെ ശബ്ദം കൊണ്ട് എന്ന് പറഞ്ഞില്ലേ, ഏതാണ് ഇബ്ലീസിന്റെ ശബ്ദം? ഞാൻ എന്റെ വക പറയുന്നില്ല. ഇക്രിമ റളിയല്ലാഹു അൻഹു തഫ്സീർ പറയട്ടെ, മുജാഹിദ് റളിയല്ലാഹു അൻഹു തഫ്സീർ പറയട്ടെ. അൽ ഗനാഉ വൽ മസാമീർ, സംഗീതവും മ്യൂസിക്കും വീണവിളിയും അതുപോലെയുള്ള ശബ്ദകോശങ്ങളുമാണ് ചെറുപ്പക്കാരാ ഇബ്ലീസിന്റെ വലയിലാ നീ കുടുങ്ങിയിരിക്കുന്നത്. പ്രിയപ്പെട്ട പെങ്ങളെ, നിന്റെ പ്രൈവറ്റ് റൂമിൽ മുടങ്ങുന്നത് ദിക്റോ തഹ്ലീലോ തസ്ബീഹോ നല്ല നല്ല മദ്ഹിന്റെ ഗീതങ്ങളോ അല്ല, ഇബ്ലീസിന്റെ സൗണ്ടാണ് മോളെ. അറിയേക്കണം, ചിന്തിച്ചേക്കണം. അത്തരത്തിലുള്ള ശബ്ദ സൗന്ദര്യങ്ങൾക്കല്ല നമ്മുടെ കാതുകൂർപ്പിച്ച് നമ്മൾ കേൾക്കേണ്ടത്. വല്ലദീനഹും അനിൽ ലഗ്വി മുഅ്രിദൂൻ, അനാവശ്യ ശബ്ദകോശങ്ങളിൽ നിന്ന്, അനാവശ്യ സംസാരങ്ങളിൽ നിന്ന്, അനാവശ്യ ചെയ്തികളിൽ നിന്ന്, അനാവശ്യ ദർശനങ്ങളിൽ നിന്ന് മുഅ്രിദൂൻ, പാടെ മാറി നിൽക്കുന്നവരാൻ. മൊബൈൽ ഓണാക്കി കാണാൻ പറ്റാത്തൊരു രൂപം വരുന്നു, നീ അത് മാറ്റിയേക്കണം. നീ അത് കാണേണ്ടവനല്ല, അതിന് നിന്റെ കൈകൊണ്ട് ബട്ടണമർത്തേണ്ടവനല്ല. അള്ളാഹു നിന്റെ പരീക്ഷണത്തിന് വേണ്ടി നിന്റെ മുന്നിൽ തരുന്നു. കാണാൻ നല്ല ചൊങ്കും ചുറുക്കുമുള്ള ശരീരത്തിന്റെ മുഴുവൻ ഭാഗങ്ങളും പ്രത്യേകിച്ച് പ്രത്യേക രൂപഭാവങ്ങളെ കൊണ്ട് ഭംഗി കൂട്ടിയിട്ട് അവതരിപ്പിക്കുന്ന രീതിയിലുള്ള തരുണീമണികൾ മുന്നിൽ വന്നാലും സഹോദരാ, വല്ലദീനഹും അനിൽ ലഗ്വി മുഅ്രിദൂൻ, ആ അനാവശ്യത്തിൽ നിന്ന് മാറിക്കളയുന്നവനാണ് മുഅ്മിൻ, പുഞ്ചിരിഞ്ഞു നിൽക്കുന്നവനാണ് മുഅ്മിൻ. സത്യത്തിലുള്ള ഏതെങ്കിലും ഒരു രൂപഭാവം കാണുമ്പോൾ നോക്കി നിൽക്കുന്നവനല്ല, അത്തരത്തിലുള്ള നൃത്തങ്ങൾ കണ്ടു നിൽക്കുന്നവനല്ല, അത്തരത്തിലുള്ള ശബ്ദ സൗന്ദര്യങ്ങൾക്ക് യെസ് മൂളുന്നവനല്ല, അതിനുവേണ്ടി സമയം കളയുന്നവനല്ല. കാണാൻ പറ്റാത്ത ഒരു സംഗതി കണ്ടു നിൽക്കാൻ വേണ്ടിയുള്ള സൗകര്യങ്ങളൊക്കെ ഉള്ളിടത്ത് ഈമാനോർപ്പുള്ള ആൾ എന്ത് ചെയ്യണം? ഒരു സെക്കൻഡ് പോലും എടുക്കാൻ പാടില്ല. ഒരു സെക്കൻഡ് പോലും. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു കിട്ടിയ ബഹുമാനം കിട്ടുമെന്നാൽ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഭാഗത്തൂടെ പോകുമ്പോൾ ചെറുപ്പക്കാരന് നല്ല കളി കളിക്കണം. അവിടുത്തെ ഒഴിവാക്കിയാലും നല്ല കളി, അവിടുത്തെ ഒഴിവാക്കിയാലും എല്ലാ കളിയും അത്ര സന്തോഷം കളിയൊന്നുമല്ല. നിങ്ങളതിന് എന്ത് കുട്ടിയും വേണ്ടില്ല. അങ്ങനെ കളി കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും തകർപ്പം കളി കളിക്കല്ലേ. മഹാനവറുകൾ ഒരു സെക്കൻഡ് പോലും അവിടെ നിൽക്കാതെ വാഹനം സ്പീഡിൽ ഓടിച്ചു വിട്ടു. പിറ്റേ ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിന്റെ റിസൾട്ട് പറഞ്ഞു. എന്താ നിങ്ങൾ പറഞ്ഞത്? ഇൻ അസ്ബഹ ഇബ്നു മസ്ഊദ് ലകരീമാ, ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു നല്ല മഹത്തുള്ള ആളായി തീർന്നു. അങ്ങനെ നോക്കി നിർത്തി എങ്ങനെ കുറച്ച് 5 മിനിറ്റ് കാണാം, ഒരു 10 മിനിറ്റ് കാണാം. അങ്ങനെ മുത്തുമിനിങ്ങളെ ആൾക്കാർ പറഞ്ഞാൽ ഒരു 10 മിനിറ്റ് കാണാം. ഒന്ന് ടൈം പാസിന്, വേറെ ഒന്നുമില്ല. ടൈം പാസിന് ഒരു ഹരം കിട്ടാൻ ഒരു പണിതാ, ഒരു മനസ്സിന് ഒരു നശാത്ത് കിട്ടാൻ പണിതാ അല്ല, അതല്ലാതിലുള്ള പണി. സാറേ, ഒരു മത്സരവും പറ്റാത്തൊരു മതമാണോ ഈ മതം? അല്ല, പറ്റുന്ന മത്സരങ്ങൾ ധാരാളമുണ്ട്. കണ്ടില്ലേ നിങ്ങൾ സഹീഹുൽ ബുഖാരിയിൽ അമ്പിയാക്കളെ പറ്റി വിവരിക്കുന്ന ഒരു അധ്യായം കാണാം, ഒരു കിതാബ്. അതിൽ കാണാം അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് ഒരു ഹദീസ്. തങ്ങൾ ഒരു ഭാഗത്തൂടെ തോട്ടത്തിന്റെ അടുത്ത് പോയപ്പോൾ കുറെ ആളുകൾ വരിയായി നിന്നിട്ട് അവരപ്പുറത്ത് ഒരു മരത്തിൽ, ആ മരത്തിന് ഉന്നം വെച്ചുകൊണ്ട് ഇങ്ങനെ അമ്പെയ്ത്ത് മത്സരം നടത്തുന്നുണ്ട്. അതൊരു മത്സരമാണ്, അമ്പെയ്ത്ത് മത്സരം നടത്തുന്ന ഈ സ്വഹാബിമാരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ടപ്പോൾ അവർ അമ്പ് താഴോട്ട് വെച്ചു. അപ്പൊ തങ്ങൾ പറഞ്ഞു, ഇർമു, അമ്പെയ്ത്ത് മത്സരം നടത്തൂടി, ഫഇന്ന അബാകും കാന റാമിയ, നിങ്ങളുടെ പിതാവ് ഇസ്മായിൽ അലൈഹിസ്സലാത്തു വസ്സലാം നല്ല അമ്പെയ്ത്ത് അറിയുന്ന ആളായിരുന്നു. അമ്പെയ്ത്ത് മത്സരം നടത്താൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രേരണ കൊടുത്തു. നല്ല മത്സരമാണിത്. നല്ല മത്സരങ്ങളൊക്കെ ഇസ്ലാം പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട്. ആത്മീയമായിട്ടോ ശാരീരികമായിട്ടോ സാമ്പത്തികമായിട്ടോ സാംസ്കാരികമായിട്ടോ ഏതെങ്കിലും ഒന്നിന് അധാർമിക സ്വഭാവം വന്നു ചേരുന്ന ഒരൊറ്റ മത്സരവും വിശുദ്ധ ദീൻ അംഗീകരിച്ചിട്ടില്ല. ഒന്നിനും സമ്മതം കൊടുത്തിട്ടില്ല. അതെത്ര ചെറിയ എത്ര ഊക്കുള്ളതാണെങ്കിലും ശരി, എത്ര കേളി കേട്ടതാണെങ്കിലും ശരി, എത്ര ആളുകളുടെ പിന്തുണയുള്ളതാണെങ്കിലും ശരി. വെറുതെ എന്തിനാ സമയം പോക്കുന്നു? ആ സമയത്തെ പറ്റിയില്ലേ ചോദ്യം? ചെറുപ്പക്കാരുടെ നല്ല കളി കളിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു നോക്കി നിൽക്കാതെ വാഹനം ഓടിച്ച് സ്പീഡിൽ പോയത്. അതേ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു തന്നെ കൂഫയിൽ മഹാനവറുകൾ ഒരു സ്ഥലത്ത് കൂടെ വാഹനം പുറത്തു പോകുമ്പോ കൂഫയിലെ 1-ാം നമ്പർ പാട്ടുകാരനുണ്ട്, സാദാൻ എന്നാണ് ആ പാട്ടുകാരന്റെ പേര്. സാദാൻ ഒരു പ്രദേശത്ത് പാടാൻ വരുന്നു എന്ന് പറഞ്ഞാൽ 10,000-കണക്കിന് ആണുങ്ങളും പെണ്ണുങ്ങളും ഒരുമിച്ച് കൂടും. അത്രയും നല്ല ശ്രവണസുന്ദരമായ ശബ്ദത്തിന്റെ ഉടമയാണ് സാദാൻ എന്ന ചെറുപ്പക്കാരൻ. ആ ചെറുപ്പക്കാരൻ ഒരു വീട്ടിന്റെ ഉള്ളില് മദ്യപാനികളായ കുറെ ആളുകൾ ചുറ്റും കൂടി ഇരുന്ന് ആ മദ്യപാനികൾക്ക് കുറച്ചുകൂടി ആവേശം മൂക്കുന്നതിന് വേണ്ടി അപ്പുറത്ത് കുറെ ആളുകൾ ചെണ്ടമുട്ടുന്നു, ഇപ്പുറത്ത് കുറെ ആളുകൾ വീണ മുഴക്കുന്നു. ആ ചെണ്ടക്കും വീണക്കും അകമ്പടിയായി സാധാരണ പാട്ടുമാടിയിട്ട് മദ്യപാനികളെ ആസ്വദിപ്പിക്കുന്നു. ഈ ഒരു രംഗം പുറത്തുനിന്ന് നോക്കിക്കണ്ടപ്പോ വീട്ടിന്റെ ഉൾഭാഗത്താണ് ഇത് നടക്കുന്നത്. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു വാഹനം നിർത്തിയിട്ട് കുറച്ചു നേരം ഇങ്ങനെ നോക്കിയിട്ട് പുറത്തു കൂടിയ ആളുകളോട് പറഞ്ഞു, മാ അഹ്സന ഹാദ സൗത്ത് ലൗ കാന ബിഖിറാഅത്തി കിതാബില്ലാഹി കാന അഹ്സന എന്നൊരു വർത്തമാനം പറഞ്ഞ് മഹാനവറുകൾ വാഹനം മുന്നോട്ടെടുത്ത് പോയി. അപ്പൊ സാധാരണ ചെറുപ്പക്കാരൻ പുറത്തേക്ക് നോക്കിയിട്ട് ആരോ ഒരു കാര്യപ്പെട്ട ആൾ കുറച്ചു നേരം നോക്കിയല്ലോ, ഇങ്ങോട്ട് ഉള്ളിലേക്ക് നോക്കിയല്ലോ. ഉള്ളിൽ ആരാളുള്ളത്? ഉള്ളിൽ മദ്യപാനികൾ കുടിച്ചിട്ട് ഇങ്ങനെ ഈ മുറുക്കത്തിൽ നിൽക്കാൻ. മുറുക്കുള്ള ആളുകൾക്ക് ഒന്നുകൂടി മുറുക്കം കൊടുക്കാനാണ്. അപ്പുറത്ത് ഒരാൾ മുട്ടുന്നു, ഇപ്പുറത്ത് കുറെ ആൾക്കാർ വീണ് മുഴക്കുന്നു. രണ്ടിനും കൂടി ഒരു ത്രില്ല് കിട്ടാൻ വേണ്ടിയിട്ട് സാധാരണ പാട്ടും. അപ്പൊ പിന്നെ എല്ലാവരും ഇങ്ങനെ അതിലിങ്ങനെ കടന്ന് ആസ്വദിക്കല്ലേ. ഈ ആസ്വാദനം, ഈ ശബ്ദം കേട്ടിട്ട് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, മാ അഹ്സന ഹാദ സൗത്ത് ലൗ കാന ബിഖിറാഅത്തി കിതാബില്ലാഹി കാന അഹ്സൻ. ഇത് പറഞ്ഞിട്ട് മഹാനവറുകൾ പോയി. അപ്പൊ സാധാരണ തോന്നി എന്തോ ഒന്ന് പറഞ്ഞിട്ടുണ്ട്.
പുറത്തിറങ്ങി, പാട്ട് നിർത്തി പുറത്തിറങ്ങിയിട്ട് പുറത്തുള്ളവരോട് ചോദിച്ചു, ആരാ അവിടെ നോക്കി നിന്ന് വാഹനപ്പുറത്ത് കുറച്ചു നേരം? അവർ പറഞ്ഞു, നോക്കി നിന്ന ആൾ ആരാന്നറിയില്ലേ? ഖാദിം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖാദിമാണ്. വസ്വാഹിബുന അലൈഹി വസ്വാഹിബുസ് സിവാകി വൽ വിസാദാ. ഏതെങ്കിലും തോട്ടത്തിലേക്ക് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം കയറുമ്പോ ചെരുപ്പ് കയ്യിൽ പിടിച്ചുകൊണ്ട് വരുന്നത് വരെ അത് ഇട്ടുകൊടുക്കാൻ വേണ്ടി കാത്തു നിൽക്കുന്ന സ്വഹാബി, സ്വാഹിബുൻ അലൈൻ എന്ന പേരിൽ ചിലപ്പോൾ സ്വഹാബിമാർ അവിടുത്തെ വിളിക്കാറുണ്ട്. ചിലപ്പോഴൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അറാക്ക് കയ്യിൽ പിടിച്ചുകൊണ്ട് പിന്നാലെ നടക്കാറുണ്ട്. ഏതെങ്കിലും സ്ഥലത്ത് തങ്ങൾ ഇരിക്കാൻ നോക്കുമ്പോ ചാരി ഇരിക്കാനും വേണ്ടി ഒരു തലയിണ വെച്ച് കൊടുക്കാറുണ്ട്. ആ തലയിണയും കയ്യിൽ പിടിച്ച് നടക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ സ്വാഹിബുസ് സിവാകി വൽ വിസാദ എന്ന പേരിലും അറിയപ്പെടാറുണ്ട്. എന്തെങ്കിലും പറഞ്ഞോ എന്ന് സാധാരണ ചോദിച്ചു. പുറത്തുള്ള ആൾക്കാർ പറഞ്ഞു, ഇബ്നു മസ്ഊദ് തങ്ങൾ ഒരു ഉപദേശമാണ് പറഞ്ഞത്. മാ അഹ്സന ഹാദാ സൗത്ത്, എന്തൊരു നല്ല ശബ്ദമാണ് ആ മുഴങ്ങുന്നത്. ലൗ കാന ബിഖിറാഅത്തി കിതാബില്ലാഹി കാന അഹ്സനാ. മദ്യപാനികളെ പാട്ടുപാടിച്ചിട്ട് അവർക്ക് ആനന്ദം കൊടുക്കുന്നതിന് പകരം അള്ളാഹുവിന്റെ കിതാബ് കൊണ്ട് ഓതുകയാണെങ്കിൽ ഈ ശബ്ദത്തിന് എന്തൊരു ഭംഗിയുണ്ടാകും, എന്തൊരു സൗന്ദര്യമുണ്ടാകും. ആ പാട്ട് പാടുന്നതിന് പകരം അവിടെ ഖുർആനോത്താണ് നടക്കുന്നതെങ്കിൽ, അതും ഈ സുന്ദരമായ ശബ്ദം കൊണ്ടാണ് ശബ്ദം കൊടുക്കുന്നതെങ്കിൽ കാന അഹ്സനാ, ആ ശബ്ദം നല്ല മെച്ചപ്പെട്ട ശബ്ദമാകും, അള്ളാഹുവിന്റെ അടുക്കൽ നല്ല ഭംഗിയുള്ള ശബ്ദമാകും. ദുനിയാവിലും ആഖിറത്തിലും അതിന് നല്ല സൗന്ദര്യം കിട്ടും. കേട്ടിട്ടില്ലേ മുഅ്മിനീങ്ങളെ, ലക്ഷക്കണക്കിന് ആളുകൾ ലോകത്ത് കേൾക്കുന്ന ഓത്തല്ലേ ഹറമിലെ ഇമാമിന്റെ ഓത്ത്. എത്ര ആളുകളാണ് അത് കേട്ടിട്ട് കരയുന്നത്, എത്ര ആളുകളാണ് അത് കേട്ടിട്ട് സമയം ചെലവഴിക്കുന്നത്, എത്ര ആളുകളാണ് അത് കേട്ടിട്ട് ഓത്ത് പഠിക്കുന്നത്, എത്ര ആളുകളാണ് ശൈലി പഠിക്കുന്നത്. ആ ഇമാം ആഖിറത്തിൽ വരുമ്പോൾ ലക്ഷക്കണക്കിന് ആളുകൾ അതേ ഓത്ത് കേട്ടിട്ട് സൗന്ദര്യം കൊണ്ടെങ്കിൽ ആ ശബ്ദം വെറുതെ ആകുമോ? ആ ശബ്ദ സൗന്ദര്യത്തിന് സ്ഥാനം കുറയുമോ? റമളാൻ 27 ഹറമിലേക്ക് ഒന്ന് പോയി നോക്കൂ. ലക്ഷോപിലക്ഷം ആളുകൾ സൊഫായി നിന്ന് ആ ഇമാമുൽ ഹറമൈനിന്റെ ഓത്ത് കേട്ടിട്ട് സുബ്ഹാനല്ലാഹ് 2 മണിക്കൂറിലധികം നീളുന്ന തറാവീഹിൽ സമയം പോയതറിഞ്ഞില്ല. നേരം വൈകുന്ന പ്രശ്നമേ ഇല്ല. അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആന് സുന്ദരമായ ശബ്ദം കൊണ്ടങ്ങ് ഈണം നൽകിയപ്പോ എന്തൊരു മഹത്വമാണ് അതിന്, അത് വർണ്ണിച്ച് തീർക്കാനൊക്കുമോ? ഏറ്റവും നല്ല ഭംഗിയല്ലേ, ഏറ്റവും നല്ല സൗന്ദര്യമല്ലേ ഖുർആൻ. നല്ല ശബ്ദത്തിൽ ഒരാൾ ഓതുമ്പോ, നല്ല ഈണത്തിൽ വീട്ടിൽ വെച്ച് ആണോ പെണ്ണോ ഖുർആൻ ഓതുകയാണ്, പെണ്ണ് പെണ്ണിന്റേതായ രൂപത്തിൽ ഒന്ന് പതുക്കെയും ആണ് കുറച്ച് ഉറക്കയും നല്ല ശബ്ദത്തിൽ ഓതുന്നു, നല്ല ഈണത്തിൽ ഓതുന്നു. ആ ഖുർആൻ കേൾക്കാൻ ഒരു മലക്കല്ല കേട്ടോ വരുന്നത്, 100 മലക്കല്ല കേട്ടോ വരുന്നത്. സമാഉദ്ദുനിയയിലെ മലക്കുകൾ മുഴുവനും സുന്ദരമായി ഖുർആൻ ഓതുന്നവന്റെ വീട്ടിന്റെ മട്ടുപ്പാവിൽ വരിവരിയായി എത്തിപ്പോയി. അതുകൊണ്ടല്ലേ ഉസൈദ് ബിൻ ഹുദൈർ റളിയല്ലാഹു അൻഹുവിന്റെ അൽ ബഖറ കേൾക്കാൻ, മറ്റൊരു റിവായത്തിൽ അൽ കഹ്ഫ് കേൾക്കാൻ മേലോട്ട് നോക്കുമ്പോൾ കുറെ വിളക്ക് കത്തിച്ചു വെച്ചത് ഞാൻ കണ്ടു നബിയെ. ആകാശ ലോകത്തേക്ക് എന്റെ വീട്ടിന്റെ മേൽഭാഗത്ത് ഒരുപാട് വിളക്കുകൾ കത്തിച്ചു വെച്ചത് കണ്ടു എന്ന് പറഞ്ഞപ്പോ തിൽക്കൽ മലായിക, ഉസൈദേ മലക്കുകളാണ്, ധനത്തിൽ സൗതിക, നിന്റെ ശബ്ദം കേട്ട് തായോട്ട് ഇറങ്ങി വന്നതാണ്. നേരം വെളുക്കും വരെ നിങ്ങൾ ഓതിയിരുന്നെങ്കിൽ മലക്കുകൾ ഒറ്റൊന്നും ഉയർന്നു പോകാതെ അവിടെ തന്നെ ജനങ്ങൾക്ക് അത് കാണാമായിരുന്നു. നിങ്ങൾ ഓത്ത് നിർത്തിയപ്പോ അതുവരെ കേൾക്കാൻ വേണ്ടി അവർ സൊഫായി ഇരുന്നിട്ട് പിന്നെ മേലോട്ടങ്ങ് ഉയർന്നു പോയി. സുബ്ഹാനല്ലാഹ്, നല്ല ശബ്ദത്തിലും രാഗത്തിലും ഈണത്തിലും ഓതേണ്ടതല്ലേ ഖുർആൻ. നല്ല രാഗത്തിലും ഈണത്തിലും അത് ഓതണം. സാധാരണ വായന വായിച്ചാൽ പോരാ, മലയാളം വായിക്കും പോലെ അറബി വാക്കുകൾ വായിക്കും പോലെ വായിച്ചാൽ പോരാ, ഖുർആനോത്തിന് ഈണം വേണം. അതുകൊണ്ടല്ലേ തങ്ങൾ മല്ലം യതഗന്ന ബിൽ ഖുർആനി ഫലൈസ മിന്നാ, രാഗത്തിൽ ഖുർആൻ ഓതാത്തവൻ, ഈണത്തിൽ ഖുർആൻ ഓതാത്തവൻ നമ്മിൽപ്പെട്ടവനല്ല എന്നുകൂടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചില്ലേ. നല്ല രാഗത്തിലും ഈണത്തിലും ഓതേണ്ടതാണ് അല്ലാഹുവിന്റെ ഖുർആൻ. സഗീനുൽ ഖുർആന ബി അസ്വാതിക്കും, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങളുടെ ശബ്ദം കൊണ്ട് നിങ്ങൾ ഖുർആനിന് അലങ്കാരം നൽകണം. സഗീനുൽ ഖുർആന ബി അസ്വാതിക്കും, നല്ല ഈണത്തിൽ ഓതണം, നല്ല ശബ്ദത്തിൽ ഓതണം. അത് വീടുകളിലൊക്കെ ഓതുമ്പോൾ ഒരു കുട്ടിയെ അങ്ങനെ നല്ല ഈണത്തിൽ ഓതിയാൽ ആ വീടിന് മൊത്തം റഹ്മത്തും ബർക്കത്തിന്റെയും കണക്ക് പറയാൻ കഴിയില്ല. ആ വീട്ടിലുള്ളവർക്ക് എത്രയാണ് ശിഫ അല്ലാഹു നൽകുന്നത് പറയാൻ കഴിയില്ല. ആ വീട്ടിലെ കച്ചവടക്കാർ, ആ വീട്ടിലെ തൊഴിലാളികൾ, ആ വീട്ടിലെ ഉമ്മമാർ, ആ വീട്ടിലെ ഉപകരണങ്ങൾ, ആ വീട്ടിലെ സമ്പത്ത് എത്രയാണ് അല്ലാഹുവിന് കാവൽ നൽകുന്നത്, എത്ര വലിയ പരിശുദ്ധിയാണ് അല്ലാഹു തആല നൽകുന്നത്. അത് നമുക്ക് ലിമിറ്റാക്കാൻ കഴിയില്ല. ഇരിക്കട്ടെ, നല്ല ശബ്ദത്തിൽ പാട്ട് പാടുന്ന സാധാരണ ഇതാണോ എന്നോട് ഉപദേശിച്ചത്? നല്ല സൗന്ദര്യമുള്ള ശബ്ദം, ഖുർആൻ കൊണ്ട് ശബ്ദ സൗന്ദര്യം കൊടുക്കുകയാണെങ്കിൽ കൂടുതൽ സൗന്ദര്യം ഉണ്ടാകുമെന്നാണോ പറഞ്ഞത്? ആ ഉപദേശം മനസ്സിലേക്ക് തറച്ചുപോയി. സാധാരണ പാട്ട് നിർത്തിയിട്ട് പാട്ടിന്റെ കൂടെ ശരിക്ക് ഈണം ഒപ്പിച്ചിരുന്ന ചില വടികളൊക്കെ സാധാരണ കയ്യിലുണ്ടായിരുന്നു. ആ വടികൾ കാൽമുട്ടിലേക്ക് വെച്ചിട്ട് പൊട്ടിച്ച് വലിച്ചെറിഞ്ഞു. മുട്ടാൻ ഉപയോഗിച്ചിരുന്ന വടികൾ മുഴുവനും എടുത്ത് കാൽമുട്ടിലേക്ക് ചേർത്തി വെച്ചുകൊണ്ട് വളച്ച് പൊട്ടിച്ച്, എന്നിട്ടതാ ഇബ്നു മസ്ഊദ് തങ്ങളെ വാഹനം പോയതിന്റെ പിന്നാലെ സാധാരണ ഓടിപ്പോകുന്നു. പിന്നാലെ ജനങ്ങളും ഓടുന്നു. ജനങ്ങൾ എന്തിനാ ഓടുന്നത് എന്നറിയുമോ? മദ്യപാനികളെ പാട്ടുപാടി സുഖിപ്പിച്ച സാധാനിനെ മുത്തുനബി തങ്ങളെ ഖാദിമായ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു സ്വീകരിക്കുമോ? അതൊന്ന് കാണണം എന്ന നിലക്കാണ് പിന്നാലെ ആളുകൾ ഓടിപ്പോകുന്നത്. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു കുറച്ച് ദൂരെ വാഹനത്തിൽ ഓടുമ്പോ സാധാരണ കൈ
കൈകൊട്ടി വിളിച്ചിട്ട് നിൽക്കാൻ വേണ്ടി പറയുന്നു. ഓടിച്ചെന്ന് അടുത്തേക്ക് ചെന്നപ്പോ വാഹനത്തിൽ നിന്ന് താഴെ ഇറങ്ങിയിട്ട് സാധാരണ ചെറുപ്പക്കാരനെ ആലിംഗനം ചെയ്ത് വരവേറ്റ് സ്വീകരിച്ചു പോയി. എനിക്ക് നിങ്ങൾ ഖുർആൻ പഠിപ്പിച്ചു തരണം. നിങ്ങളിൽ നിന്നല്ലേ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുർആൻ പഠിക്കാൻ പറഞ്ഞത്. എന്റെ കാലശേഷം 6 പേരിൽ നിന്ന് നിങ്ങൾ ഖുർആൻ പഠിക്കണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എണ്ണി പറഞ്ഞപ്പോ ആ കൂട്ടത്തിൽ ഒരു മഹാനാണ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു. ഇബ്നു മസ്ഊദ് തങ്ങൾ ആ കൂട്ടത്തിൽപ്പെട്ട ഒരാളാണ്. നിങ്ങൾ എനിക്ക് ഖുർആൻ പഠിപ്പിച്ചു തരണം, ഖുർആൻ ഓത്ത് പഠിപ്പിച്ചു തരണം. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു കൂടെ കൊണ്ടുപോയി. ജനങ്ങൾ ആശങ്കയോടെ നോക്കുമ്പോ ജനങ്ങളിലേക്ക് തിരിഞ്ഞ് മഹാനവറുകൾ പറഞ്ഞു, പാടുന്ന പാട്ടും ആടുന്ന നൃത്തവും നിർത്തിയിട്ട് ഖുർആൻ പഠിക്കാനും കേൾക്കാനും വന്ന ഒരാളെ ഞാൻ സ്വീകരിക്കേണ്ടയോ? പാട്ട് പാടാനല്ലോ ഇപ്പൊ വന്നത്, പാടിയിട്ട് എന്നെ സുഖിപ്പിക്കാനല്ലോ വന്നത്. പാടുന്ന പാട്ട് നിർത്തിയിട്ട് ഖുർആൻ പഠിക്കാനല്ലേ വന്നത്, ഖുർആൻ കേൾക്കാനല്ലേ വന്നത്. അത്തരത്തിൽ ഒരാളെ ഞാൻ സ്വീകരിക്കണ്ടേ? ഞാൻ ഒഴിവാക്കി വിടാൻ പറ്റൂലല്ലോ. ആ നിലയ്ക്ക് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു വാഹനത്തിൽ കയറ്റിക്കൊണ്ടു പോകുന്നു. സാദാനോട് പിന്നീട് ജനങ്ങൾ ചോദിച്ചു, സാദാനെ ഇപ്പൊ പാട്ട് പാടാറുണ്ടോ? സാദാൻ പറയുന്നത്, ഖുർആനോത്ത് ഞാൻ അങ്ങ് സ്വീകരിച്ചു തുടങ്ങിയ ശേഷം, ഖുർആനോത്ത് എന്റെ മനസ്സിൽ അങ്ങ് ശരിയായ നിലക്ക് എന്റെ മനസ്സിൽ പിടിച്ച ശേഷം പിന്നെ ഞാൻ പാട്ട് പാടിയിട്ടില്ല. എനിക്ക് എല്ലാത്തിനും ഖുർആൻ മതി. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിന്റെ കൂടെ പോയി ഖുർആനോത്ത് അങ്ങ് പഠിച്ച് ഖുർആനോത്ത് അങ്ങ് ശരിയായ നിലക്ക് ശീലമാക്കിയിട്ട് പിന്നെ എനിക്ക് പാട്ട് പാടേണ്ട ആവശ്യം വന്നിട്ടില്ല. എന്തിനും ഏതിനും എനിക്ക് ഖുർആൻ തന്നെ മതി. സുബ്ഹാനല്ലാഹ്. സഹോദരങ്ങളെ, നിങ്ങൾ കണ്ടില്ലേ, ആ അനാവശ്യങ്ങളൊക്കെ ഒഴിവാക്കിയിട്ട് സാധാരണ ചെറുപ്പക്കാരൻ ഖുർആനിന്റെ ശബ്ദത്തിന് സൗന്ദര്യം നൽകിയിട്ട് നല്ല ഈണത്തിലും ശബ്ദത്തിലും ഖുർആനോത്ത് തിരഞ്ഞെടുത്തതോടെ, അതിന്റെ പഠനവും അതിന്റെ ശബ്ദവും തിരഞ്ഞെടുത്തതോടെ സാധാരണ എല്ലാവിധ ബറക്കത്തും അതുകൊണ്ട് കിട്ടിപ്പോയി എന്നല്ലേ പറഞ്ഞത്. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, ഉമ്മമാരെ, ചെറുപ്പക്കാരികളെ, വല്ലദീനഹും അനിൽ ലഗ്വി മുഅ്രിദൂൻ, അനാവശ്യം കേട്ടുകൊണ്ട് കാതിനെ കേടാക്കരുത്, മനസ്സിനെ കേടാക്കരുത്. മനസ്സിൽ വരേണ്ട ചിത്രങ്ങൾ നല്ലതാകണം, മനസ്സിൽ വരേണ്ട ഓർമ്മകൾ നല്ലതാകണം, മനസ്സിൽ വരേണ്ട വിഷയങ്ങൾ നന്മയാകണം. അപ്പോഴേ മനസ്സിന്റെ ക്ലിയർ നിലനിർത്താൻ കഴിയുകയുള്ളൂ, മനസ്സിന്റെ പരിശുദ്ധി പരിപോഷിപ്പിക്കാൻ കഴിയുകയുള്ളൂ, മനസ്സിന് ആത്മീയമായ ഭാവങ്ങൾ കൂട്ടിക്കൊണ്ടുവരാൻ കഴിയുകയുള്ളൂ. പറ്റാത്തത് കേട്ടാല് മനസ്സിന് അതിന് സ്വാധീനം ഉണ്ടാകുമോ? ഉണ്ട്. അനാവശ്യമായത് കണ്ടാല് മനസ്സിൽ അതിന്റെ ചിത്രം വരുമോ? ചിത്രം വരും. അനാവശ്യമായ വിഷയങ്ങളിൽ പങ്കെടുത്താൽ അതിന്റെ ഒരു കുറവ് മനസ്സിലുണ്ടാകുമോ? ഉണ്ടാകും. അത്തരത്തിലുള്ള ഒരു വിഷയവും കേൾക്കാതെ, അത്തരത്തിൽ ഒന്നിനും സമയം കളയാതെ, അത്തരത്തിലുള്ള ദൃശ്യങ്ങളൊന്നും കാണാതെ കഴിവിന്റെ പരമാവധി അനാവശ്യങ്ങളിൽ നിന്ന് മാറി ജീവിക്കണം. വല്ലദീനഹും അനിൽ ലഗ്വി മുഅ്രിദൂൻ.